നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, ഞാനിപ്പോൾ UK-യിലാണുള്ളത്. ലണ്ടൻ നഗരത്തിൽ വിംബിൾഡൺ എന്ന ഒരു ചെറിയ നഗരത്തിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് പരിമിതിയുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലൈറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വളരെ അടുത്ത എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വിദ്യാ നരേഷ്, ആ ഫാമിലിയോടുള്ള എൻ്റെ അഗൈതവമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ബുധൻ്റെ രാശിവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ബുധൻ 1200 കുംഭമാസം 16-ാം തീയതി മുതൽ 1200 മേടം 23 വരെയുള്ള ദിനങ്ങളിൽ, അതായത് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ മെയ് മാസം 7 വരെയുള്ള 90ഓളം ദിവസങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുന്നു. എവിടെയാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ബുധൻ സ്വന്തം നീചരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഏതാണ് ബുധൻ്റെ നീചരാശി? ജ്യോതിഷചക്രത്തിൽ ബുധൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളാകുന്നു മിഥുനവും കന്നിരാശിയും. മിഥുനം സ്വക്ഷേത്രവും കന്നി മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രത്തിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നു. അപ്രകാരം തന്നെ ബുധൻ്റെ നീചരാശിയാകുന്നു ഉച്ചരാശിയുടെ 7-ാം ഭാവമായ മീനം രാശി. ഏത് ഗ്രഹത്തിനും സ്വക്ഷേത്രമുണ്ട്, മൂലക്ഷേത്രമുണ്ട്, ഉച്ചക്ഷേത്രമുണ്ട്, നീചക്ഷേത്രമുണ്ട്. ഉച്ചക്ഷേത്രത്തിലാണ് ബുധന് ഏറ്റവും അധികം ഫലം പ്രദാനം ചെയ്യുക. ബുധൻ്റെ ഉച്ച അവസ്ഥ ഡിഗ്രി കന്നിമാസം 15 അതേ രീതിയിൽ ഏറ്റവും നീചമായ അവസ്ഥ മീനമാസം 15 മീനം 15-നാണ് അതിനീചത്തിലേക്ക് ബുധൻ പ്രവേശിക്കുന്നത്. ബുധൻ ഒരു നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് നാം ചിന്തിക്കണം. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രക്രിയകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, വാക്കും അറിവും ഒക്കെ ബുധൻ്റെ ധർമ്മമാകുന്നു. ഓറ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓറയിൽ ബുധൻ അനാഹതം ഹൃദയചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ബുധൻ ദുർബലമാകുമ്പോൾ, നീചസ്ഥനാകുമ്പോൾ ഏറ്റവും അധികം മാനസികമായ സംഘർഷങ്ങളാണ് ഒരു വ്യക്തി അനുഭവിക്കുക. അയാളുടെ വിദ്യയ്ക്ക് മങ്ങലുണ്ടാകുന്നു. അയാളുടെ ബൗദ്ധികമായ തലത്തിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബുധൻ രേഖാകാരകനാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്ലാനറ്റാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക, രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ബുധനെ കൊണ്ട് നാം നമ്മളുടെ മരുമക്കളെ, അനന്തരവന്മാരെയൊക്കെ ചിന്തിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ബുധൻ നീചസ്ഥനാകുമ്പോൾ ഉണ്ടാകും. രേഖാപരമായ വിഷയം, പല കാര്യങ്ങളും വഴിയിൽ മറന്നു പോവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക, അതിലൂടെ ഓടിച്ചാടി അതിൻ്റെ പിറകെ നടക്കേണ്ടി വരിക, മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരിക, ഇതൊക്കെ ബുധൻ നീചരാശിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ഫലങ്ങളാകുന്നു. അതിനാൽ ആ വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. നാം മേടം മുതൽ 12 രാശികളിലേക്കും മീനം രാശിയിലേക്കുമുള്ള ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും എപ്രകാരം ഇത് നിങ്ങൾക്ക് പോസിറ്റീവാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ദുർബലമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. തുലാം രാശിക്കാർക്ക് ബുധൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ അറിയണം. തുലാം രാശിക്കാർക്ക് ബുധൻ 9-ാം ഭാവാധിപനാകുന്നു. തൻ്റെ ഭാഗ്യം, തൻ്റെ ദയ, തൻ്റെ പുണ്യം, തൻ്റെ ഗുരുനാഥന്മാർ, തൻ്റെ പിതാവ്, ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു 9-ാം ഭാവം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം ബുധൻ ചിന്തിക്കേണ്ടത് 12-ാം ഭാവാധിപത്യവും കൂടിയാണ്. അത് ശാരീരികമായ വൈകല്യങ്ങളെ സൂചിപ്പിക്കുന്നു, ധനനഷ്ടം സൂചിപ്പിക്കുന്നു, തൻ്റെ പതനത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം തുലാം രാശിക്കാർ ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തുലാം രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനും 6-ാം ഭാവത്തിൽ ദുർബലമായി ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതിനാൽ 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ പലപ്പോഴും ശത്രുക്കളുടെ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടാകാറുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട്. ബുധനും അതേ ധർമ്മമാണ് നിർവഹിക്കുന്നത് 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. വിരോധോ ജനാനാം നിരോധോ രിപൂണാം.
ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങളെ നിരോധനമുണ്ടാക്കുന്നു, തടസ്സമുണ്ടാക്കുന്നു, ജനങ്ങളുമായി വിരോധമുണ്ടാകുന്നു. പ്രബോധോ യതീനാം ച രോധോനിലാനാം, വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, യതികളുടെ പ്രബോധമുണ്ടാകുന്നു. ബുധേ സദ്വേന ആവഹാരോ നിധീനാം ബലാത് അർത്ഥകൃത് സംഭവേ ശത്രുഭാവേ, നിധികൾ അപഹരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയൊന്നും ബുധൻ നിൽക്കുന്ന ഭാവം അത്ര നല്ലതല്ല. പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടും. അച്ഛൻ്റെ ആളുകളുമായി ശത്രുത ഉണ്ടാകും. പിതാവ് തൻ്റെ പ്രധാനപ്പെട്ട ശത്രുവായിട്ട് വരും. താൻ ധാരാളം പുണ്യം ചെയ്യേണ്ടുന്ന സമയമാണ്. തൻ്റെ ദാനം, തൻ്റെ ഉപാസന, തൻ്റെ സുശീലത, ഇവയ്ക്കൊക്കെ കോട്ടം വരും 6ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. ശത്രുക്കളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകും. അതിനാൽ ശത്രുത്വം വളരെയധികം ശ്രദ്ധിക്കണം. അതിന് പുറമേ ധാരാളം ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകും. രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. 6ൽ ബുധൻ വരുമ്പോൾ സ്കിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളുടെ ഒരു സമയമായിരിക്കാം. തൻ്റെ സമ്പത്ത്, ആഭരണങ്ങൾ, സ്വർണം, രേഖ ഇതൊക്കെ നഷ്ടപ്പെടും. വളരെയധികം ജാഗ്രത പുലർത്തണം. ഈ സമയത്താണ് അങ്ങേയറ്റം ശത്രുദോഷ പരിഹാരം ചെയ്യേണ്ടുന്ന സമയം. ഓം ലക്ഷ്മീ നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലി നരസിംഹക്ഷേത്രത്തിൽ പാനകം, സുദർശന പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത അർച്ചന ഒക്കെ ചെയ്യണം. തുലാം രാശിക്കാർക്കാണ് ഈ ബുധനെ ചാരവശാൽ ഏറ്റവും അധികം ദോഷങ്ങളുണ്ടാവുക. 2 രാശിക്കാർക്കാണ് ദോഷം കൂടുതൽ ഉണ്ടാവുക. ഒന്ന് മേടൻ രാശിക്കാർക്ക്, മറ്റൊന്ന് തുലാം രാശിക്കാർക്ക്. വളരെയധികം ജാഗ്രത പാലിക്കുക. വിലപ്പെട്ട രേഖ ശത്രുക്കൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി വിൽക്കുവാൻ ആവശ്യക്കാർ വരിക. അവരെന്ത് ചെയ്യുക? ആ രേഖ വാങ്ങി അവർ മറിച്ചെടുക്കുക, അവർ മറിച്ച് വിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ ചതിക്കുക. ഇങ്ങനെ രേഖാപരമായ ധാരാളം ചതിവിൽപ്പെടും. പിതാവുമായി നല്ലൊരു ബന്ധം പുലർത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിതാവ് തൻ്റെ ശത്രുവായി വരും. അച്ഛൻ തരാൻ ഉദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾ തരാതെയാകും. അതിനാൽ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യാതെ നോക്കണം ഗുരുജനങ്ങളെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഗുരുജനങ്ങൾ ശത്രുക്കളാകും. അതിനാൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഗവേഷകർ തങ്ങളുടെ ഗൈഡിനെ മുഷിപ്പിക്കാതെ നോക്കണം. അവരുടെ മുഷിച്ചൽ വാങ്ങിയാൽ അത് തൻ്റെ ഭാവി ജീവിതത്തെ, തൻ്റെ ഭാവിയിലുള്ള പഠനത്തിന് വളരെ നെഗറ്റീവായി വരുന്ന ഒരവസ്ഥ സംജാതമാകും. പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെയധികം ശ്രദ്ധിക്കണം തുലാം രാശിക്കാർ. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു 90ഓളം ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വൃശ്ചികൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് 2 ധർമ്മമാണ് ബുധൻ നിർവഹിക്കുക. ഒന്ന് അഷ്ടമാധിപനാണ്. അഷ്ടമാധിപനായ ഗ്രഹം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതത്ര നല്ലതല്ല. 5ാം ഭാവം നിങ്ങളുടെ ബുദ്ധി, സന്താനങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു. അതിനാൽ വയസ്സാദ്യമേ പുത്രഗർഭോന്ന തിഷ്ഠേത്, തനിക്ക് പുത്രഗർഭം ഉണ്ടാകില്ല. അതിനാൽ പലപ്പോഴും എബോർഷൻ, സ്ത്രീകൾക്ക് എബോർഷൻ ആവേണ്ട സമയമാണ്. ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ 90 ദിവസക്കാലം. നിർബന്ധമായും ഗർഭിണികൾ ഈ സമയത്ത് കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യ വഴിപാടായി സമർപ്പിക്കുക. വെണ്ണ സേവിക്കുന്നത് വളരെ ഉത്തമമാണ്. ചെറിയ 12-ൽ താഴെ വയസ്സുള്ള മക്കളുടെ പേരിലും വെണ്ണ നിവേദ്യം ചെയ്ത് അവർക്ക് വെണ്ണ സേവിപ്പിക്കാൻ കൊടുക്കുക. അപ്രകാരം വളരെയധികം ഗുണകരമായൊരവസ്ഥ ഉണ്ടാകും. നമ്മുടെ വീട്ടിലുള്ള പൂച്ചകളുണ്ടെങ്കിൽ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ സമയം വളരെ ഗുണമാണ്. 5ൽ ബുധൻ വരുമ്പോൾ പലപ്പോഴും പൂർവ്വജന്മത്തിൽ ശാപോ ബിലാലവധാത്, ബിലാലം എന്നാൽ പൂച്ചയാകുന്നു, പൂച്ചയെ നശിപ്പിക്കുമെന്ന ദുരിതമുണ്ടാകും 5ൽ ബുധൻ വരുമ്പോൾ. അതിനാൽ ഈ ഒരു സമയം ഗർഭിണികളും ചെറിയ മക്കളുടെ അമ്മമാർക്കും പൂച്ചയ്ക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ, പൂച്ചകളെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കുറേ ദുരിതങ്ങൾ അപ്രകാരം ആ പൂച്ചകൾ ഏറ്റെടുക്കട്ടെ. ആ രീതിയിൽ ഒരു തീരുമാനത്തിൽ എടുക്കുക. പിന്നെ ബുധൻ 11ാം ഭാവാധിപനാണ്. ഇവിടെ 11ാം ഭാവം എന്നാൽ എന്താണ്? സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജാഹ, മക്കളുടെ മക്കളെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അവിടെ ബുധൻ നീചസ്ഥനായി നിൽക്കുമ്പോൾ പ്രായമുള്ള അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. തങ്ങളുടെ മക്കൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതിനാൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യണം. ചെറിയ കുട്ടികളെ കൈപിടിച്ച് നടക്കുമ്പോൾ കുട്ടികൾ പ്രകോപനമില്ലാതെ റോഡ് ക്രോസ് ചെയ്ത് ഓടിക്കളയും. എത്ര അനുഭവങ്ങൾ നാം കാണുന്നു. അതിനാൽ വളരെയധികം പ്രായമുള്ളവർ ചെറുമക്കളുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പഠനത്തിന് വളരെ നല്ലതാണ്. ഗവേഷകർക്ക് വളരെ നല്ലതാണ്. ധാരാളം കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് കഴിയും. ഭവയത്തസ്യ മേധ അർത്ഥ സമ്പാദയത്രി, ധനം സമ്പാദിക്കുവാനുള്ള ഒരു വളരെയധികം താല്പര്യമുണ്ടാകും. ബുദ്ധിപരമായ വിഷയത്തിലേക്ക് വളരെയധികം
വ്യാപരിക്കാൻ നല്ലതാണ്. വൃശ്ചികൻ രാശിക്കാർ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ ബുധൻ, 5-ൽ നിൽക്കുന്ന ബുധൻ. പക്ഷേ മക്കളുടെ വിഷയം ശ്രദ്ധിക്കണം. പ്രായമുള്ള വൃശ്ചികൻ രാശിക്കാർ തങ്ങളുടെ മക്കളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക. ഇവിടെയും നന്നായി ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന മന്ത്രമായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായി വരിക. ഈ വൃശ്ചികൻ രാശിയിൽ പ്രധാനപ്പെട്ട തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹമാകുന്നു ബുധൻ. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഈ ചാരവശാലുള്ള ബുധൻ്റെ മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ മാറ്റങ്ങളും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഇവിടെ ധനുരാശി എന്നാൽ മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ബുധൻ ധനുരാശിക്കാർക്ക് നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 2 ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന് 7-ാം ഭാവാധിപത്യം, തങ്ങളുടെ യാത്ര. ആ യാത്രയിലൂടെ നന്മകൾ ബുധൻ പ്രദാനം ചെയ്യും. കാരണം ബുധൻ നീചസ്ഥനാണെങ്കിലും ബുധൻ നിൽക്കുന്നത് നല്ലൊരു ഭാവത്തിലാണ്. ശുഭഗ്രഹങ്ങൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ചതുർത്ഥേജരെ ചന്ദ്രയശ്ചാരമിത്രോ വിശേഷാധിക ഭൂമിനാഥം ഗണസ്യ. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു. രാജാവ് തനിക്ക് അംഗീകാരം ലഭിക്കുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ 10-ാം ഭാവാധിപനാണ്, കർമാധിപനാണ്. കർമ്മമേഖല, ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് ചിന്തിക്കാം. ഇപ്പോഴത്തെ ജോലി തനിക്ക് നഷ്ടപ്പെടും. നീചഗ്രഹേ അധപ്പതനം, തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെടുന്ന സമയമാണ്. അതിനാൽ എങ്ങനെയെങ്കിലും മെയ് മാസം 7-ാം തീയതി വരെ ഉള്ള ജോലി സംരക്ഷിക്കുക. മറ്റൊരു ജോലിയിലേക്ക് മാറുവാനുള്ള അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം. തനിക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുക എന്ന പ്രത്യേകം ഒരു വിഷയം ഇവിടെ ധനുരാശിക്കാരോട് എനിക്ക് ഉപദേശിക്കാനുണ്ട്. ദിസ് മൈ സജഷൻ. ക്ഷമിച്ചിച്ച് കാര്യങ്ങൾ നേടുക. ഭവേദ് ലേഖകോ ലിഖ്യദേവ തദുക്തം. താൻ പറയുന്നത് മറ്റുള്ളവർ എഴുതിയെടുക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും തനിക്ക് ആജ്ഞ കമാൻഡിങ് ചെയ്യുക. തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അവതരിപ്പിക്കുവാനും അത് എഴുതി കൊടുക്കുവാനും ഫയലാക്കുവാനും സ്റ്റേഷനറി സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം ഗുണകരമായി തീരും. ഇവിടെ പ്രത്യേകിച്ച് ഈ DTP മുതൽ പ്രിൻറ്റിംഗ്, പ്രസ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ ഈ സമയത്ത് ധാരാളം വർക്കുകൾ ലഭിക്കുന്ന സമയമാണ് ധനുരാശിക്കാർക്ക്. പൈതൃകന്നോ ധനജ, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സ്വത്ത് വിഷയത്തിൽ, രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. രേഖാപരമായ ധാരാളം ക്ലേശങ്ങൾ ഈ ഒരു 90 ദിവസക്കാലം ഉണ്ടാകും. അതിൽ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. ബ്രോക്കർമാരെ പരിധിയിൽ കവിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക. മറ്റെല്ലാ വിഷയങ്ങളും, പഴയ വാഹനങ്ങൾ നമുക്ക് വിൽക്കാം. ഭൂമി സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ ഭൂമി വിൽക്കാം, വിറ്റ് കാശുണ്ടാക്കാം. മറ്റ് ഭൂമിയൊക്കെ എടുക്കുന്ന വിഷയം മെയ് 7 കഴിഞ്ഞിട്ട് മതി ധനുരാശിക്കാർക്ക്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ. അതിന് പുറമെ തുളസിമാല പാൽപ്പായസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹക്ഷേത്രത്തിൽ പാനകം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.